ഒറ്റ സീനേ ഉള്ളൂ. ഇന്നും ആളുകൾ എന്റെ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് പറയും, നീയൊക്കെയാണോടാ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന വലിയ ആണുങ്ങള്? പെണ്ണിന്റെ ചൂടറിയാത്ത നീയൊക്കെ എവിടുത്തെ ആണുങ്ങളാടാ? ഒരു നടന്റെ പേര് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അയാളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. സാധാരണ അങ്ങനെയല്ല. സാധാരണ അങ്ങനെയല്ല, എനിക്ക് മാത്രം. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ചില ആളുകളുടെ റൂമുകൾ. അത് ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പൊന്നമ്മ ചേച്ചിയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ഇട്ടിട്ട് വരുമ്പോൾ അവർ പ്രതിസന്ധിയിലാവുന്നു. ആയി പക്ഷെ ആ ഡയറക്ടറുടെ സിനിമ പിന്നെ ഒരിക്കലും എന്നെ വിളിച്ചിട്ടില്ല. അല്ല, സിനത്ത് ഒന്നൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇങ്ങനെയാണ് എന്നാ വേണ്ട. നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു പരിഗണന പറഞ്ഞ പോലെ കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഒരു പടമല്ല, 2-3 പടങ്ങൾ അങ്ങനെ ചെയ്തുമ്പോഴേ, ഒരു പടമാണെങ്കിൽ കുഴപ്പമില്ല. ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. ഇപ്പൊ അടുത്ത് വരെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഒരു ശ്വാസത്തിനല്ലേ ഉള്ളൂ. നമ്മളൊക്കെ എന്തിനാണ് അതിങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഏതൊക്കെ ഒന്നും ചെയ്താൽ നമുക്ക് അതൊരു പാരയായിട്ട് വരുന്നില്ല. കറക്റ്റായിട്ട് പൈസ വാങ്ങി മേടിക്കുന്ന ആൾക്കാരെ അവർ പിന്നെ വിളിക്കും. നമുക്കേ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഞങ്ങളിവിടെ ഇങ്ങനെ കുടിയും കിടക്കുകയാണ് പിന്നെ നമുക്കവിടെ ഒറ്റ കോള്, അവിടെ ഒന്നും ഇല്ലാന്ന് ചെയ്യേണ്ടവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും.